എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ജിബോർഡിലേക്ക് സ്വാഗതം. ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, ഇതൊരിക്കലും നിങ്ങൾക്കുള്ള ഷുവർ ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇവിടെ നിന്നാണ് നിങ്ങളുടെ ഷുവർ ക്വസ്റ്റ്യൻ വരിക. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേട്ടോളൂ. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. നോക്കണേ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ട് +1 എക്കണോമിക്സിന് പാസ്സാവുന്ന ആൾക്കാരിൽ ഒരാൾ നിങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുള്ളൂ. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എസ്എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏരിയകളായിരിക്കും കേട്ടോ. നോക്കണേ, ഒന്നാമത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയുന്ന പേരാണ് സുസ്ഥിര വികസനം എന്നാണ് പറയുന്നത്. അപ്പോൾ സുസ്ഥിര വികസനത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ 9ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇന്ത്യൻ എക്കോണമിയിലെ 9ാമത്തെ ചാപ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, ഇന്ത്യൻ എക്കോണമി നിലവിൽ 8ാമത്തെ ചാപ്റ്റർ എന്തെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 3 ഡയമെൻഷൻസ് ഓഫ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആണ്. അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രധാനപ്പെട്ട അലിവിയേഷൻ പ്രോഗ്രാമിൻ്റെ അപ്രോച്ചുകൾ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, തലങ്ങൾ പറയാറുണ്ട്. ആ 3 തലങ്ങൾ വരുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ് ഈ പറയുന്ന ഭാഗം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൻ്റെ പശ്ചാത്തലം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ 3 തലങ്ങൾ പഠിക്കുക. ആൻഡ് സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ഇവയുടെ പശ്ചാത്തലം എന്ത് ചെയ്യുക, വൃത്തിയായി പഠിക്കുക. ഇത് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ എക്കോണമിയിലെ 3ാമത്തെ ചാപ്റ്ററാണ് അവിടെ നിന്ന് വരുന്നത് കേട്ടോ. ഈ ചോദ്യം നോക്കുക. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട 4ാമത്തെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പറഞ്ഞ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇമ്പാക്റ്റ് ചോദിക്കും. ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗം വെച്ചിട്ടാണ് ഈ ചോദ്യം വരാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അഥവാ പ്രധാനപ്പെട്ട ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പഠിച്ചിട്ട് വൈവിധ്യവൽക്കരണം അല്ലേ. നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്കോണമിയിലെ 6ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അഥവാ വൈവിധ്യവൽക്കരണവും അതിൻ്റെ പ്രധാനപ്പെട്ട തരങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഡൈവേഴ്സിഫിക്കേഷൻ 2 തരത്തിലുണ്ട്, അതൊന്ന് കൃത്യമായിട്ട് നോക്കിക്കണം. നെക്സ്റ്റ്, 6ാമത്തേത് മെഷേഴ്സ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്തായാലും ചോദ്യം വരും, നിങ്ങൾ പ്രതീക്ഷിക്കുക. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, നമ്മുടെ കാർഷിക വിപണനം അല്ലേ. അത് പരീക്ഷയ്ക്ക് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിന്. അപ്പോൾ ഇത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം +2 എക്സാമിന് മോഡൽ എക്സാമിന് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ എന്ത് ചെയ്യുന്നത് എസ്എ ക്വസ്റ്റ്യനായിട്ട് ഫൈനൽ എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ത് ചെയ്യും, ചോദ്യം വരും എന്നുള്ള കാര്യം പഠിച്ചേക്കാം. കാർഷിക വിപണനം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കാം. ലാസ്റ്റ് വൺ ശരാശരി കാണാനാണ്. അഥവാ ഇതെന്താ മാം ഇന്നടെ ലാസ്റ്റ് വൺ നമ്മുടെ മീൻ മീഡിയൻ മോഡ് കാണാനുള്ളതായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അഥവാ ശരാശരി എന്നല്ല, മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇത് 3ഉം കാണാനുള്ള ലെവലിൽ എന്ത് ചെയ്യാം, ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള 7 ചോദ്യങ്ങൾ. ഇതിൽ എന്തായാലും മക്കളെ 3 ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ചോദ്യം വരാനില്ല. അപ്പോൾ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കുക, ഇത്ര ഏരിയകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് എസ്എ ക്വസ്റ്റ്യനുകളാണ്. ഷോർട്ട് എസ്എ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം പഠിച്ചേക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 12 ഏരിയകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേണ് ഓർഗാനിക് ഫാമിംഗ്. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ 6ാമത്തെ ചാപ്റ്റർ അല്ലേ, 6ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഓർഗാനിക് ഫാമിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൈവ കൃഷി എന്നാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഗ്രീൻ റവല്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ തന്നെ 2ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്നും ചോദിക്കുന്നുണ്ടോ എന്താണ് ഈ പറഞ്ഞ ഹരിത വിപ്ലവം, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിഫോംസ്. ഒന്നുകിൽ ഭൂപരിഷ്കരണ നിയമം എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിഫോംസിലായിട്ട് ലാൻഡ് സീലിംഗ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ, അല്ലെങ്കിൽ പരിധി നിയമവും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് ചോദിക്കും. ഇതും ഇന്ത്യൻ എക്കോണമിയിലെ 2ാമത്തെ ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യനാണ് വരാൻ ചാൻസ് കേട്ടോ. നെക്സ്റ്റ് LPG പ്രോഗ്രാം. അതിൽ ലിബറലൈസേഷൻ ഇൻ ട്രേഡ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, ടാക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ. ഈ പറഞ്ഞ 5 മേഖലകളിൽ ഏതെങ്കിലും 3 ഏതാണ്, ഏതെങ്കിലും ഒരു 3 മിനിമം ആയിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 3 വെച്ച് എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും ഇതെങ്ങനെയാണ് ലിബറലൈസേഷൻ നടപ്പിലാക്കി നോക്കും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വ്യാപാര വ്യാവസായിക നികുതി, വിദേശ നാണ്യ, ധനകാര്യ മേഖലകളിൽ എങ്ങനെയാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അഥവാ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. എസ്എക്കും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാവുന്ന ചോദ്യം കേട്ടോ.
നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്ന ഭാഗം പരീക്ഷയ്ക്ക് എന്തായാലും സിലബസ് കൊടുത്ത ഭാഗമാണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഒരു 5 മാർക്കെങ്കിലും മാക്സിമം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇഷ്യൂസ്. നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എസ്സേ വരാം, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം 5 മാർക്കിനായിട്ട് ചോദ്യങ്ങളിൽ വരുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിന്. അപ്പോൾ കാർഷിക വിപണനത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ പഠിച്ചേക്കാം. നെക്സ്റ്റ് 8ാമത്തെയാണ് അഗ്രികൾച്ചർ സെക്ടറിലെ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ് കൃത്യമായിട്ട് പഠിക്കുക, അഥവാ വൈവിധ്യവൽക്കരണം എന്താണെന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ തരങ്ങൾ, ഓക്കെ, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിച്ചേക്കാം. ഒരു 3 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാം. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗൈസ്ഡ് ആൻഡ് നമ്മളവിടെ പറഞ്ഞ മറ്റൊരു ടൈപ്പാണ് എന്ത് പറയുന്നത് ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ. ഈ 3 ടൈപ്പ് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഒജീവ് പഠിക്കുക, അതേപോലെ ഹിസ്റ്റോഗ്രാം പഠിക്കുക, ഡാറ്റ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഡാറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഏതാണ് പറയുന്നത് പ്രൈമറി സെക്കൻഡറി ആണോ? അല്ല, നമ്മൾ പറയാറുണ്ട് ഏതൊക്കെയാണ് ഈ പറഞ്ഞ സ്പേഷ്യൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ സംഗതിയാണ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് വെച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളെല്ലാവരും പഠിക്കട്ടെ എന്ന് വിശ്വസിച്ചിട്ടാണ്. നിങ്ങൾ പഠിച്ചോളൂ മക്കളെ, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ എജിബോർഡ് കൂടെ ഉണ്ടാകും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജിബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്, ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണ്ടേ, വേണമെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക എജിബോർഡിൻ്റെ മാത്രം നടക്കുന്ന എജിബോർഡിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. യൂട്യൂബിൽ ലൈവ് ക്ലാസ് സ്ട്രീം ചെയ്യാറുണ്ട്. നമുക്ക് 7:30 രാത്രി 7:30 അതേപോലെ മോർണിംഗിൽ നമുക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓൾറെഡി രാവിലെ 9 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, രാവിലെ 9 മണിക്ക് കഴിഞ്ഞു. ഇനി രാത്രി 7:30 ലൈവ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷയുടെ അന്ന് രാവിലെ 6 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലൈവുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയും. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ Salfabin signing out from Ejiport. Happy learning all. Bye.